നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആൻഡ് സൂപ്പറായിട്ടുള്ള ഓറിയോ കേക്കാണ്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്യാം. അതിനുശേഷം ബട്ടർ പേപ്പർ വയ്ക്കാം. ഇത് നമുക്ക് മാറ്റി വെച്ച് കേക്ക് മിക്സ് റെഡിയാക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് 35 രൂപയുടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ്. ഫുള്ള് ആവശ്യമുണ്ട്. ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രീം മാറ്റിയിട്ട് ബിസ്ക്കറ്റ് മാത്രമായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് 220 ml മിൽക്കിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് ശേഷിയിട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് പോകാനായിട്ട്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിലോട്ട് നമുക്ക് ഈ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ടൂത്ത് പിക്കുമ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പാകം. ഒരു കോട്ടൺ തുണി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം, തണുക്കാനായിട്ടാണ്. ഇത് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് ആ ബിസ്ക്കറ്റിനകത്തുള്ള ക്രീം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിന് കേക്കിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനായിട്ട്. അതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഡയറി മിൽക്ക് കൂടെ മെൽറ്റ് ചെയ്ത് എടുക്കാം. ഡബിൾ ബോയിൽ ചെയ്ത ചോക്ലേറ്റിൻ്റെ അത് ഈ കേക്കിന് മുകളിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കേക്ക് ടിന്നിൽ നിന്നും മാറ്റി പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഡബിൾ ബോയിൽ ചെയ്ത ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്.